ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 46ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഇൻ ദ പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സെമി സർക്കിൾ വിത്ത് ഹാഫ് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ. പ്രൂവ് ദാറ്റ് the line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle. ഈ ലൈൻ നമുക്ക് ജോയിൻ ചെയ്യാം 90 ഡിഗ്രി ആംഗിളിൽ. കാരണം സെമി സർക്കിൾ ആണ്, അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് പേര് കൊടുക്കാം. ഇതിന് എ എന്ന് കൊടുക്കുന്നു. ഇത് എ ബി, ഡയമീറ്ററിനെ എ ബി എന്നെടുത്തു. ഇത് സി, ഇത് ഡി എന്ന് കൊടുക്കുന്നു. ഇതിന് ഇ എന്ന് പേര് കൊടുക്കുന്നു. ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഇൻ ട്രയാങ്കിൾ എ ഡി ഇ, എ ഡി ഇ, എ സി ബി, വലിയ ട്രയാങ്കിൾ എ സി ബി, ഈ ആംഗിൾ കോമൺ ആണ്. നമുക്കിവിടെ എ എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. എ ഡി ഇയും എ സി ബിയും 90 ഡിഗ്രി ആണ്, സിമിലർ ആംഗിൾ ആണ്. ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു ആംഗിൾ സി എ ബി എന്നെടുക്കുന്നു. അത് കോമൺ ആംഗിളാണ്. അപ്പോൾ കോമൺ ആംഗിളിന് എടുത്തു. അതുപോലെ എ ഡിയും എ സി ബിയും നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ എ ഡി ഇ, എ ഡി ഇ സിമിലർ ടു ട്രയാങ്കിൾ എ സി ബി. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എ ഡി ബൈ ഈക്വൽ ടു എ ഇ ബൈ എ ഡി എന്ന് എടുക്കാം. എ ബി, എ ഡി ബൈ എ ബി എന്ന് എടുക്കാം. ഇനി നമുക്കറിയാം ഇ എന്ന് പറയുന്നത്, ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അതുകൊണ്ട് തന്നെ എ ബി ഈക്വൽ ടു 2AE ആണ്. 2AE ആണ്. ഈ എ ബി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇ. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഇയും ബി ഇയും ഈക്വൽ ആണ്. എ ഇ എന്ന് പറയുന്നത് 2AB ആയിരിക്കും, 2AE ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് 2AE ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിനെ മാറ്റി എഴുതിയാൽ എ ഡി ബൈ എ സി ഈക്വൽ ടു എ ഇ ബൈ എ ബിക്ക് പകരം 2AE എന്ന് എടുക്കുന്നു. അതായത് അത് ഈക്വൽ ടു 1/2 ആണ്. എ ഡി ബൈ എ സി ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. എ സി ഈക്വൽ ടു 2AD എന്നാണ് നമുക്ക് കിട്ടുക. എ സി ഈക്വൽ ടു 2AD എന്ന് കിട്ടി. അതിൽ നിന്നും therefore D is the midpoint of. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. The line joining point A and point C on the larger semicircle is bisected by smaller semicircle. ഇപ്പോൾ ഇവിടെ ഈ ലാർജർ സെമി സർക്കിളിൻ്റെ ഈ എ സി എന്ന് പറഞ്ഞ ലൈനെ ഈ സ്മോളർ സെമി സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നു. ദ ലൈൻ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ഓഫ് ദ പോയിന്റ് വെയർ ദ സെമി സർക്കിൾ മീറ്റ് ടു എനി പോയിന്റ് ഓൺ ദ ലാർജർ സെമി സർക്കിൾ ഈസ് ബൈസെക്റ്റഡ് ബൈ ദ സ്മോളർ സെമി സർക്കിൾ. ഇപ്പോൾ ഇവിടെ ഇ എന്നുള്ള പോയിന്റ് എ ബിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് എ സിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഡി എന്നുള്ള പോയിന്റിൽ കൂടിയാണ് ഈ ചെറിയ സെമി സർക്കിൾ കടന്നു പോകുന്നത്. അത് ഇതിനെയും ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.